ഭാരതീയ സംസ്കൃതിയുടെ സംരക്ഷണത്തിന് സത്രങ്ങൾ ഏറെ അനിവാര്യമെന്ന് ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള. തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുന്ന 4ാമത് അഖില പാണ്ഡവീയ മഹാവിഷ്ണു സത്രത്തിന്റെ സത്ര സമാരംഭ സഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുരുഷന്മാർക്കൊപ്പം സമൂഹത്തിൽ പങ്കാളിത്തം വഹിക്കാൻ ഇത്തരം സത്രവേദികളിലൂടെ സ്ത്രീകൾക്കും കഴിയുന്നുണ്ടെന്ന് പി.എസ്. ശ്രീധരൻപിള്ള പറഞ്ഞു. സത്രവേദികളിലും ആധ്യാത്മിക രംഗത്തും സ്ത്രീകളുടെ പങ്കിന്റെ മാസ്മരിക ശക്തി മനസ്സിലാകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിന്റെ പറ്റിയുള്ള ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ശേഖരനാഥിന്റെ ആർക്കെങ്കിലും അത് അറിയാമോ? ആരെങ്കിലും അതിനെപ്പറ്റി എന്തുകൊണ്ട് ആ പേര് വന്നു, വെൺമണി എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നതിനെ പറ്റി ആരെങ്കിലും ഇത്രയും കാലം എന്തെങ്കിലും ശ്രമിച്ചതായി എനിക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഭാരതം സദകുടഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഒരു പഴയ സംസ്കൃതി ഇന്നത്തെ കക്ഷിരാഷ്ട്രീയത്തിന്റെ അളവുപോലെ വെച്ചല്ല ഞാൻ കാണുന്നത്. ഒരു രാജ്യം ലോകത്ത് വിസ്മയം സൃഷ്ടിച്ച രാജ്യമാണ്. കാരണം ബ്രിട്ടീഷുകാരെ കീഴടക്കിയ എല്ലാ രാജ്യങ്ങളും 12 കൊല്ലം കൊണ്ട് 13 കൊല്ലം കൊണ്ട് ഒരു വേലവട്ടക്കാലം കൊണ്ടൊക്കെ അവരെ കീഴ്പ്പെടുത്തി. തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. സത്രസമിതി ചെയർമാൻ ബി. രാധാകൃഷ്ണമേനോൻ സ്വാഗതം പറഞ്ഞു. സത്രാചാര്യൻ അഡ്വക്കേറ്റ് ടി.ആർ. രാമനാഥൻ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ. ആനന്ദഗോപൻ, ചീഫ് എഞ്ചിനീയർ ടി.ആർ. അജിത് കുമാർ, ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ജി. മുരളീധരൻ പിള്ള, ഡെപ്യൂട്ടി കമ്മീഷണർ എ. ദിലീപ്, പഞ്ചായത്ത് പ്രസിഡന്റ് പി.വി. സജൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉപദേശക സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പഞ്ചദിവ്യ വിഗ്രഹ പ്രതിഷ്ഠ, ഭദ്രദീപ പ്രകാശനം, തൃക്കൊടിയേറ്റ് എന്നിവയും 8-ന് ഭജൻസ്, 9:30-ന് മേജർ സെറ്റ് കഥകളിയും നടന്നു. കേരള ഹിന്ദു സാംബവർ സമാജം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം മന്ത്രി വി. എൻ. വാസവൻ ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരി പെരുന്ന റെഡ് സ്ക്വയറിൽ നിന്നും സമ്മേളന വേദിയിലേക്ക് ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരന്ന വർണ്ണാഭമായ പ്രകടനത്തിന് ശേഷമാണ് സമ്മേളനം ആരംഭിച്ചത്. സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം ചേർന്ന പൊതുസമ്മേളനം മന്ത്രി വി. എൻ. വാസവൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ അഡ്വക്കേറ്റിനോട് സൂചിപ്പിച്ചപ്പോൾ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ് ഹിന്ദു സാംബവ സമുദായത്തിലെ അംഗങ്ങളെ നമ്മുടെ സമുദായ ആചാര്യമനുസരിച്ച് ചില കർമ്മങ്ങൾ പഠിപ്പിക്കാൻ, തന്ത്രവിദ്യയോ അല്ലെങ്കിൽ ശാന്തിവിദ്യയോ ഒക്കെ പഠിപ്പിക്കാൻ അവസരമുണ്ടാകുക നിങ്ങൾ ആലോചിച്ച് പലരുടെയും സഹായം ചെയ്യും. ഞാൻ പറയട്ടെ, ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി പിന്നോക്കക്കാരെ, ഈഴവരാതി പിന്നോക്ക വിഭാഗം ഉൾപ്പെടെ തുല്യ സമുദായത്തിൽ ഉൾപ്പെടെയുള്ള ആളുകളെ ശാന്തിക്കാരായി ശ്രീകോവിൽ കയറി ശാന്തിപ്പണി നടത്താൻ ഉത്തരവിറക്കിയ ഏക സംസ്ഥാനം ഈ കേരളമാണ്. നമ്മൾ എന്നും ഈ തരത്തിലുള്ള കൊട്ടിനെയും പാതയിലും പരമ്പരയുമായിട്ട് നിന്നാൽ മതിയോ? നമ്മുടെ കൂടെയുള്ളവർ പഠിച്ച് ഉന്നതസ്ഥാനീയരായി, ഡോക്ടർമാരായി, എഞ്ചിനീയർമാരായി, അധ്യാപകരായി, അഭിഭാഷകരായി, സോൾജിയർമാരായി, സയന്റിസ്റ്റായി, അല്ലെങ്കിൽ പോലീസായി, അല്ലെങ്കിൽ എല്ലാ പദവികളിലേക്ക് ഉയർന്നു വരണ്ടേ? ആ വരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മളെ ചെയ്യേണ്ടത്. സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ. രാജൻ ചിത്രപ്പുഴ അധ്യക്ഷനായിരുന്നു. ജോബ് മൈക്കിൾ എം.എൽ.എ. മുഖ്യപ്രഭാഷണം നടത്തി. AKCHMS സംസ്ഥാന പ്രസിഡന്റ് വി.ആർ. രാജു, KPMS സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഖിൽ കെ. ദാമോദരൻ, KHSS രക്ഷാധികാരി CC കുട്ടപ്പൻ, ജനറൽ സെക്രട്ടറി കുഞ്ഞുമോൻ കെ. കന്യാടത്ത്, ട്രഷറർ കെ. രാജപ്പൻ, സ്വാഗത സംഘം ചെയർമാൻ VI. ജോഷി, ജനറൽ കൺവീനർ കെ. രാജൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെ സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. CC കുട്ടപ്പനാണ് രക്ഷാധികാരി. കെ. രാജൻ ചിത്രപ്പുഴ പ്രസിഡന്റായും കുഞ്ഞുമോൻ കെ. കന്യാടത്ത് ജനറൽ സെക്രട്ടറിയായും ചുമതലയേറ്റു. കെ. രാജപ്പനാണ് ട്രഷറർ. ദേശീയ മനുഷ്യാവകാശ സമിതിയുടെ 26ാം വാർഷിക സമ്മേളനം ആലപ്പുഴയിൽ നടന്നു.
ചടയൻമുറി ഹാളിൽ നടന്ന സമ്മേളനം ഗാന്ധി ഭവൻ ഡയറക്ടർ ഡോക്ടർ പുനലൂർ സോമരാജ് ഉദ്ഘാടനം ചെയ്തു. സത്യസന്ധമായി ആത്മാർത്ഥമായി ജനഹൃദയങ്ങളിലൂടെ ആ സന്ദേശം പ്രചരിപ്പിക്കുന്ന ഒരു നല്ല കൂട്ടായ്മയാണ് എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ എന്നെ എത്തുവാൻ നിർബന്ധിതനാക്കിയത്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും അവകാശങ്ങളെ വേണ്ടി നമ്മൾ നിലകൊള്ളുമ്പോൾ നമ്മളുടെ ഒരു മനുഷ്യൻ എന്നുള്ള സമൂഹത്തോടുള്ള കടമ നമ്മൾ നിർവഹിക്കാനോ അത് ഓർത്ത് പ്രവർത്തിക്കാനോ കഴിയാത്ത സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ നമ്മുടെ അവകാശങ്ങൾ നമുക്ക് നിർലോഭമായി ഭരണഘടന വിഭാവന ചെയ്ത പോലെ നമുക്ക് ലഭിക്കുമായിരുന്നെങ്കിൽ നമ്മൾ എന്നെ എത്രയോ ഉയർന്ന സന്തോഷകരമായ അനുഭവം മുഴുവൻ പേർക്കും അനുഭവിച്ചറിയാൻ കഴിയുമായിരുന്നു. സാഹിത്യകാരൻ ഫിലിപ്പോസ് തത്തമ്പള്ളി മുഖ്യാതിഥിയായിരുന്നു. നാഷണൽ ചെയർമാൻ പുന്നയ്ക്കൽ നാരായണൻ അധ്യക്ഷനായ സമ്മേളനത്തിൽ കെ എ ഗോവിന്ദൻ, ബി രാധാമണിയമ്മ, അഡ്വക്കേറ്റ് രാജേന്ദ്ര പ്രസാദ്, അഡ്വക്കേറ്റ് എസ് വിനായകമൂർത്തി, കെ നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ മനുഷ്യാവകാശ നിയമവും മനുഷ്യാവകാശ സംരക്ഷണവും എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു. കേരളത്തിലെ പുരാതനമായ ക്ലബ്ബുകളിലൊന്നാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി. കഴിഞ്ഞ 74 വർഷമായി നിരവധി സേവന പ്രവർത്തനങ്ങളാണ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. ജൂലൈ 25-ന് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ നിർധനർക്കായി സൗജന്യ പാർപ്പിട പദ്ധതി ഒരുക്കിയാണ് റോട്ടറി ക്ലബ്ബ് വീണ്ടും മാതൃകയാവുന്നത്. റോട്ടറി വില്ലേജ് എന്ന പേരിലാണ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. സ്വന്തമായി വീട് നിർമ്മിക്കാൻ സ്ഥലമോ സാമ്പത്തികമോ ഇല്ലാത്ത 7 കുടുംബങ്ങൾക്ക് ക്ലബിൻ്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകും. ഇതിനായി മുഹമ്മ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിൽ 20 സെന്റ് സ്ഥലം വാങ്ങി 3 വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചിരുന്നു. ജൂലൈ 25-ന് ഈ വീടുകളുടെ താക്കോൽദാനം നടത്തുകയാണ് ലക്ഷ്യമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1949 ജൂലൈ 25-ാം തീയതിയാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി സ്ഥാപിതമായത്. 2024 75 വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങളുടെ ക്ലബ്ബ് പ്ലാറ്റിനം ജൂബിലി, വജ്ര ജൂബിലി ആഘോഷിക്കുകയാണ്. ഇതിനു മുമ്പ് സിൽവർ ജൂബിലിയും ഗോൾഡൻ ജൂബിലിയും എല്ലാം ഞങ്ങൾ ആഘോഷിച്ചത് സമൂഹത്തിന് പ്രയോജനപരമായ പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ട് തന്നെയാണ്. അതുപോലെ ഈ പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷൻസും ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ്, ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോജക്റ്റ് ആയിട്ട് തന്നെയാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആ പ്രോജക്റ്റ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് റോട്ടറി വില്ലേജ്. അതൊരു പാർപ്പിട പദ്ധതിയാണ്. അതിന് ആവശ്യത്തിനായി റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി മുഹമ്മ പഞ്ചായത്തിൽ 20 സെൻറ്റ് സ്ഥലം സ്വന്തമായി റോട്ടറി ക്ലബിൻ്റെ തന്നെയായുള്ള റോട്ടറി ചാരിറ്റി സൊസൈറ്റിയുടെ പേരിൽ വാങ്ങിച്ചിട്ട് ആ 20 സെൻറ്റ് സ്ഥലത്ത് 500 സ്ക്വയർ ഫീറ്റിൻ്റെ 7 വീടുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പദ്ധതി, ഞങ്ങളുടെ പ്ലാറ്റിനം ജൂബിലി പ്രോജക്റ്റ്. ക്ലബ് അംഗങ്ങൾ ഉൾപ്പെട്ട കമ്മിറ്റി നിർദ്ദേശിച്ച മാനദണ്ഡങ്ങളെല്ലാം പരിശോധിച്ചാണ് ഉപഭോക്താക്കളെ തിരഞ്ഞെടുക്കുക. അപേക്ഷകർക്ക് 9895213162 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ ക്ലബ് പ്രസിഡന്റ് ജോൺ വി ജോർജ്, പ്ലാറ്റിനം ജൂബിലി കമ്മിറ്റി ചെയർമാൻ രാജു ചാണ്ടി, ടോമി ഈപ്പൻ, സാജൻ ബി നായർ, ടി ശിവകുമാർ, വിജയലക്ഷ്മി നായർ എന്നിവർ പങ്കെടുത്തു. ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾക്കായി ആലപ്പുഴ സംസ്കൃതിയും നീർക്കുന്നം SDV ഗവൺമെൻറ് UP സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നാടക കളരിക്ക് തിങ്കളാഴ്ച തിരിതെളിഞ്ഞു. 50ഓളം വിദ്യാർത്ഥികളാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കമ്പനി നാടകങ്ങളുടെ വരച്ചു വെച്ച ചിത്രങ്ങൾക്കപ്പുറത്തേക്ക് 2 ഡയമെൻഷനിലേക്കും 3 ഡയമെൻഷനിലേക്കും അതിനപ്പുറമുള്ള മാനങ്ങളിലേക്കും നാടകത്തിന്റെ ഒരു സിനോഗ്രാഫി എന്ന ഒന്നിനെ മാറ്റി തീർത്ത മഹാനായ പിതാവിനോടൊപ്പം 15-ാം വയസ്സ് മുതൽ തന്റെ കളരിയിൽ പയറ്റിത്തെളിഞ്ഞ, ഇപ്പോഴും അത് തുടരുന്നു എന്ന് മാത്രമല്ല 2008 മുതൽ കേരള സംഗീത നാടക അക്കാദമി തുടക്കം കുറിച്ച അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്ക് ഈ 2024 ഫെബ്രുവരി 16-ാം തീയതി അവസാനിച്ചത് 14-ാമത്തെ ഇറ്റ്ഫോക്കിന്റെ സെഷനാണ്. അതിന്റെ ഷെഡ്യൂള് 8 ദിവസത്തെ ഇത്തവണത്തെ ഷെഡ്യൂൾ അവസാനിക്കുമ്പോഴും അതിന്റെ മുഴുവൻ ലോകത്തിന്റെ പല കോണുകളിൽ നിന്ന്, ഇന്ത്യയുടെ പല കോണുകളിൽ നിന്ന് വന്ന എല്ലാ നാടകങ്ങളുടെയും
52 അവതരണങ്ങൾക്കും ഉള്ള സെറ്റുകൾ തയ്യാറാക്കിയത് സുജാത മാഷാണ്. സംഘാടക സമിതി ആക്ടിംഗ് ചെയർമാൻ പ്രശാന്ത് എസ് കുട്ടി അധ്യക്ഷത വഹിച്ചു. കലാരത്ന ആർട്ടിസ്റ്റ് സുജാതൻ വിശിഷ്ടാതിഥിയായിരുന്നു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അലിയാർ എം മാക്കിയിൽ, സംഘാടക സമിതി ജനറൽ കൺവീനർ എ നദീറ, ക്യാമ്പ് ഡയറക്ടർ രവി പ്രസാദ് എന്നിവർ സംസാരിച്ചു. തുടർന്നുള്ള 7 ദിവസങ്ങളിൽ അഭിനയത്തിൻ്റെയും നാടകത്തിൻ്റെയും വിവിധ തലങ്ങളെ സ്പർശിച്ചുകൊണ്ട് നാടക പ്രതിഭകളായ നൂറിനാട് സുഗു, സന്തോഷ് തകഴി, പ്രവീൺ രാജ്, മനോജ് ആർ ചന്ദ്രൻ, ജയചന്ദ്രൻ തകഴിക്കാരൻ, മധുജി ചേർത്തല, രവി പ്രസാദ് തുടങ്ങിയവർ ക്ലാസുകൾ നയിക്കും. മെയ് 19 ഞായറാഴ്ച വൈകിട്ട് 5-ന് ശില്പശാലയിൽ രൂപപ്പെട്ട നാടകത്തിൻ്റെ അവതരണവും തുടർന്ന് സമാപന സമ്മേളനവും നടക്കും. സമാപന സമ്മേളനം എച്ച് MLA ഉദ്ഘാടനം ചെയ്യും. നാടക ചലച്ചിത്ര താരം പ്രമോദ് വെളിയനാട് വിശിഷ്ടാതിഥിയായി ക്യാമ്പംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 വിജയികളെ അനുമോദിച്ചു. ആലപ്പുഴ ചടയമുറി ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ സപ്ലൈ ഓഫീസർ CV മോഹൻകുമാർ വിജയികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ആ ഓരോരുത്തരെയും ഞാൻ വ്യക്തിപരമായി ഇവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇതിനേക്കാൾ ഉത്സാഹപൂർണമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള നെഗറ്റീവുകളെയും അതിജീവിച്ചുകൊണ്ട് നല്ല നിലയിൽ നിങ്ങളായിരിക്കും ഭാവിയിൽ ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ പല മേഖലകളിലെയും ചക്രം തിരിക്കേണ്ടവർ എന്ന ബോധ്യത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അസോസിയേഷനിലെ അംഗങ്ങളുടെ കുട്ടികളിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയവരെയാണ് ആദരിച്ചത്. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി N ഷിജീർ മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് ഉദയകുമാർ ഷേണായി അധ്യക്ഷനായിരുന്നു. അസോസിയേഷൻ ഭാരവാഹികൾ, അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തലവടി കുന്തിരിക്കൽ CMS ഹൈസ്കൂളിൽ മെയ് 19 നടക്കുന്ന ആഗോള പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമത്തിന് മുന്നോടിയായി പതാക ജാഥ നടന്നു. പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപകനും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ PI ചാണ്ടിയുടെ വസതിയിൽ നിന്നും സ്കൂളിലേക്ക് സംഘടിപ്പിച്ച ജാഥ പ്രസിഡന്റ് റവറൻ മാത്യു ജിലോ നൈനാൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. മെയ് 17 ഉയർത്തുന്നതിനുള്ള പതാക PI ചാണ്ടി ജാഥ ക്യാപ്റ്റൻ ജേക്കബ് ചെറിയാന് കൈമാറി. ഹെഡ്മാസ്റ്റർ റെജിൽ സാം മാത്യു അധ്യക്ഷത വഹിച്ചു. ആഗോള സംഗമത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച ബഹുവർണ്ണ വിശേഷാൽ പതിപ്പ് പൂർവ്വ വിദ്യാർത്ഥി പ്രദീപ് ജോസഫ് കാഞ്ഞിരപ്പള്ളിൽ പ്രകാശ് ശ്രീധരന് നൽകി പ്രകാശനം ചെയ്തു. സ്കൂളിൽ നടന്ന സമാപന സമ്മേളനത്തിൽ മാമൻ എബ്രഹാം അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് ഐസക് രാജു, AB മാത്യു ചോളകത്ത്, PI ജേക്കബ്, ഡോക്ടർ ജോൺസൺ V ഇടിക്കുള, സജി എബ്രഹാം, ചെറിയാൻ ഈപ്പൻ, VP സുജീന്ദ്രബാബു എന്നിവർ പങ്കെടുത്തു. മിഷണറി തോമസ് നോർട്ടന്റെ അർദ്ധകായ പ്രതിമയിൽ എടത്വ ഗ്രാമപഞ്ചായത്ത് അംഗം ബെറ്റി ജോസഫ് ഹാരമണിയിച്ചു. മെയ് 17 പ്രസിഡന്റ് റവറൻ മാത്യു ജിലോ നൈനാൻ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. വീണ്ടും കാൽപ്പാടുകൾ എന്ന പേരിൽ മെയ് 19 പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം. കിടങ്ങറ ഫെഡറൽ ബാങ്കിന് സമീപം പറമ്പിശ്ശേരി ബിൽഡിംഗിൽ ലൂക്ക പ്രിന്റിംഗ് ഹബ്ബ് തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിച്ചു. കുട്ടനാട് MLA തോമസ് K. തോമസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. എക്കോഫ്ലെക്സ്, ക്ലോത്ത്, വിനയൽ എന്നീ മെറ്റീരിയലുകളിൽ 10 അടി വീതിയിൽ എല്ലാത്തരം പ്രിന്റുകളും ലഭിക്കുമെന്നതാണ് പ്രത്യേകത. ബംഗളൂരു കൃപ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ AR രാജേന്ദ്രനും വെളിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ശ്രീകുമാറും പ്രിന്ററുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. പോസ്റ്ററുകൾ, മെമന്റോകൾ, വെഡ്ഡിംഗ് കാർഡുകൾ, വിസിറ്റിംഗ് കാർഡുകൾ, കളർ ഫോട്ടോ കോപ്പികൾ, ബോർഡുകൾ, സ്റ്റിക്കറുകൾ, ID കാർഡുകൾ, വിദ്യാർത്ഥികൾക്കായി സ്പെഷ്യൽ നെയിം സ്ലിപ്പുകൾ, ഫോട്ടോ ലാമിനേഷൻ എന്നിവയ്ക്കും ലൂക്ക പ്രിന്റിംഗ് ഹബിനെ സമീപിക്കാം. മാന്നാർ ടൗൺ ക്ലബിന്റെ പുതിയ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കുറ്റിയിൽ ജംഗ്ഷനിലെ കുറ്റിയിൽ ബിൽഡിംഗിലാണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ക്ലബ് പ്രസിഡന്റ് ശിവദാസ് U പണിക്കർ ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ക്ലബ് സെക്രട്ടറി S. വിജയകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. G. കൃഷ്ണകുമാർ, അജിത് പഴവൂർ, സതീഷ് ശാന്തി നിവാസ്, കലാധരൻ കൈലാസം, അൻഷാദ് മാന്നാർ, ഹരികുമാർ ശിവം, പ്രകാശ് പ്രഭ, ബെൻസി, തോമസ് കയ്യത്ര തുടങ്ങിയവർ സംസാരിച്ചു. തലവടി പടിഞ്ഞാറേക്കര സെയിന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ വ്യത്യസ്ത ആചാരങ്ങളോടെ കല്ലിട്ട പെരുന്നാളിന് കൊടിയിറങ്ങി. വിശ്വാസികൾ പള്ളിക്ക് ചുറ്റും ശയന പ്രദക്ഷിണം നടത്തിയാണ് തിരുനാളിനെ വ്യത്യസ്തമാക്കിയത്.
ക്രൈസ്തവ ദൈവാലയങ്ങളിൽ അപൂർവമായി നടക്കുന്ന ശയനപ്രദർശനം ദർശിക്കാൻ നിരവധി ആളുകൾ പള്ളിയിലെത്തിയിരുന്നു. രാവിലെ 7-ന് പ്രഭാത നമസ്കാരത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് റവറന്റ് ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും സ്നേഹവിരുന്നും നടന്നു. ഉച്ചകഴിഞ്ഞ് 2:30-ന് ദൈവാലയത്തിന് ചുറ്റും വിശ്വാസികളുടെ ശയനപ്രദക്ഷിണവും ആശീർവാദ ചടങ്ങുകളും നടന്നതിന് ശേഷമാണ് കൊടിയിറങ്ങിയത്. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംരംഭമായ കോട്ടയം പാമ്പാടി അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അഡ്വാൻസ്ഡ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. 10ാം ക്ലാസ്സാണ് യോഗ്യത. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 8921636122 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സഹകരണ എഞ്ചിനീയറിംഗ് കോളേജ് പുന്നപ്രയിൽ, ബിടെക് NRI കോട്ടയിൽ സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിൽ 2024-25 വർഷത്തെ പ്രവേശനത്തിനായുള്ള അപേക്ഷ ക്ഷണിച്ചു. കേരള എഞ്ചിനീയറിംഗ് പരീക്ഷ കീം 2024 എഴുതാത്ത യോഗ്യത നേടാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് 9846597311 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ബാംഗ്ലൂർ ഡിവിഷന് കീഴിൽ എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ തസ്തികയിൽ നിയമനത്തിനായി മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ട്രേഡിൽ പ്രവൃത്തി പരിചയമുള്ള വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. അപേക്ഷ മെയ് 18-നകം ആലപ്പുഴ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ നൽകണം. വിശദ വിവരങ്ങൾക്ക് 0477224567 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6725 രൂപ, പവന് 53,800 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.